ചിന്ത ഒരു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അധ്യാപനത്തിലേക്കായിരുന്നോ പോവാ? ഏത് പ്രൊഫഷൻ ആയിരിക്കും? ഞാൻ MA B.Ed കഴിഞ്ഞ് നെറ്റും JRF കൊണ്ട് PhD കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഒരു കോളേജ് അധ്യാപികയ്ക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് നേടി. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടു, നിങ്ങളുടെ പാഷനും ജോബും ഒന്നാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് എൻ്റെ പാഷൻ, എന്താണ് എൻ്റെ അങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ മമ്മി പറയുന്നുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ വാട്ട് ഈസ് യുവർ അംബീഷൻ എന്ന് ചോദിച്ച് ഒരു പ്രസംഗ മത്സരത്തിൽ അതായിരുന്നു ടോപ്പിക്ക്. അപ്പം ഞാൻ എന്ന് പറഞ്ഞത് ഐ വോണ്ട് ടു ബി എ പൊളിറ്റീഷ്യൻ എന്നാണ്. അതെങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞു, അത് സത്യമായി വന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു 10 to 5 ജോബൊന്നും എനിക്ക് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ കോളേജിൽ പോയ സമയം തൊട്ടേ SFIയുടെ ഭാഗമായി, പിന്നെ DYFI, പിന്നെ പാർട്ടി, എപ്പോഴും പൊതുരംഗത്ത് നിൽക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഹാപ്പിയാണല്ലോ. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാനും അനുഭവിക്കാനും അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇടപെടാനും പറ്റുന്നു എന്നതാണ് ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഗുണം. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് ഇരുന്നൊന്ന് കേൾക്കാൻ പറ്റിയാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമില്ല.